വെറും 15 സെന്റിമീറ്റർ മുല്ലപ്പൂവിന് 1.25 ലക്ഷം രൂപ പിഴ. നടി നവ്യ നായർക്ക് സംഭവിച്ച പിഴവും അതിന് കിട്ടിയ പിഴത്തുകയും നമുക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അല്ലെ. മുല്ലപ്പൂ അനധികൃതമായി കൈവശം വെച്ചതിനാണ് നവ്യ നായർക്ക് 1 ലക്ഷം രൂപയിലേറെ തുക പിഴയായി ചുമത്തിയത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഓസ്ട്രേലിയയിൽ എന്തുകൊണ്ട് മുല്ലപ്പൂവിന് പിഴ കിട്ടി? അതിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഓസ്ട്രേലിയ ജൈവ സുരക്ഷാ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്ന ഒരു രാജ്യമാണ്. ഈ നിയമമാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സസ്യങ്ങൾ, പൂക്കൾ തുടങ്ങിയവയൊക്കെ കർശനമായി വിലക്കുന്നതും. എന്തുകൊണ്ട് ഈ നിയമം ഇങ്ങനെ കർശനമായി എന്ന് ചോദിച്ചാൽ, ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്ത സസ്യജാലങ്ങളും ജീവജാലങ്ങളുമാണ് ഓസ്ട്രേലിയയിലുള്ളത്. അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വരുമാന മാർഗമാണ് കൃഷി. അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കേണ്ടത് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികളും പൂക്കളും എല്ലാം ഓസ്ട്രേലിയയുടെ പരിസ്ഥിതിയെ തകിടം മറിക്കുന്ന അല്ലെങ്കിൽ ദോഷകരമായി ബാധിക്കുന്ന സൂക്ഷ്മജീവികളെ എത്തിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് നിയമം അണുവിട തെറ്റാതെ പിന്തുടരുന്നത്. ഓസ്ട്രേലിയയിലെ കൃഷിയും അവരുടെ ജൈവലോകവും സംരക്ഷിക്കുക, തദ്ദേശീയ സസ്യജാലകങ്ങൾ സുരക്ഷിതമാക്കുക എന്നതാണ് പ്രധാനം. വിദേശ രാജ്യങ്ങളിലെ കീടം കൃഷിയെ നശിപ്പിക്കാതിരിക്കാനുള്ള മുൻകരുതൽ ഇവിടെ ശക്തമാണ്. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഓസ്ട്രേലിയ പോലെ തന്നെ US, ജപ്പാൻ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലും കർശനമായ ബയോസെക്യൂരിറ്റി നിയമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നവ്യ നായർ തന്നെ സമ്മതിക്കുന്നുണ്ട് അവർക്കൊരു പിഴവ് സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ അതൊരു എക്സ്ക്യൂസ് ആയി പറയാനാകില്ല എന്നുള്ളതാണ് വസ്തുത. ഏതൊക്കെ രാജ്യങ്ങളിൽ പോകുന്നു അതിനു മുമ്പ് അവിടുത്തെ നിയമങ്ങൾ കർശനമായി തന്നെ നോക്കി പഠിക്കുക, അതിനുശേഷം പോകുക എന്നുള്ളതാണ്.